ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് രാമായണം. അപ്പം അതുപോലെ നമുക്കിപ്പം ഇന്നത്തെ കാലത്ത് നടക്കണമെന്നില്ല. എന്നാലും അല്ല, നല്ല കാര്യങ്ങൾ നമുക്ക് എടുക്കാമല്ലോ. ഈ ഉദാഹരണത്തിന് അച്ഛൻ കുറച്ച് പണം കടം മേടിച്ചു, തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛനത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മോൻ സത്യനിഷ്ഠയുള്ള മോനാണ്. മോൻ പറയുകയാണ് ഞാൻ കൊടുക്കാം. മോൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുക. അച്ഛൻ്റെ സത്യം അച്ഛന് പാലിക്കാൻ പറ്റിയില്ലേ, മോൻ ധർമ്മനിഷ്ഠയുള്ള മോനായതുകൊണ്ട് മോൻ കൊടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. അതുപോലെയാണ് ശ്രീരാമൻ ചെയ്തത്. പിന്നെ സഹോദരനും എന്താണ്, ആ രാജ്യം തനിക്ക് അർഹതപ്പെട്ടതല്ല, ചേട്ടൻ്റെതാണ്. അന്നത്തെ കാലത്ത് ആ ഒരു രീതിയാണ്, കീഴ്വഴക്കമുണ്ട്. ഇപ്പോൾ ചേട്ടൻ അനിയനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അനിയൻ അത് ചേട്ടനെ തന്നെ ആ പീഠത്തിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ദാസ്യഭാവത്തിൽ ആ രാജ്യം നോക്കി. അത് നമുക്ക് മാതൃകയല്ലേ. ഇതിലൊരു കീഴ്വഴക്കം അവിടെ വന്നല്ലോ. ഈ വലിയ ചേട്ടന് ഒറ്റയ്ക്ക് പോവാണ് കാട്ടിലെ വന്യമൃഗങ്ങളൊക്കെ ചേട്ടനെ പിടിപ്പിക്കാം, അല്ലെങ്കിൽ തിന്നാം, കൊല്ലാം എന്നുള്ള രീതി വെച്ച് സഹോദരനും കൂട്ടുപോയി. കാരണം എൻ്റെ ചേട്ടൻ്റെ ഘട്ടം വന്നാൽ കൂടെ ഒരാളുണ്ടാകണം. അങ്ങനെ ലക്ഷ്മണനും പോയി. അന്നത്തെ കാലത്ത് സ്ത്രീകൾ എപ്പോഴും ഭർത്താക്കന്മാർ ഇത്ര വയസ്സിൽ മൂത്തവരായിരിക്കും. ഭർത്താവിൻ്റെ എന്താണ് ഇഷ്ടമനുസരിച്ച് നീങ്ങുന്ന സ്ത്രീകളായിരുന്നു. അനിയും പോയതുപോലെ ഭാര്യയും കൂടെ പോയി. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ആ പോയതിനും തെറ്റ് പറയാനൊക്കത്തില്ല. അങ്ങനെയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ ഭരതന് രാജ്യം ഭരിക്കാനുള്ള അനുവാദം ചേട്ടൻ കൊടുത്തു. പക്ഷെ എന്നിട്ട് ആ സ്ഥാനത്ത് ഭ്രമിച്ചില്ല ഭരതൻ. നമുക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഭ്രമിക്കുമതിലേക്ക്. സ്ഥാനമാണ് ആഗ്രഹം വന്നവന് ഭ്രാന്തനാണ്, വ്യക്തിയല്ല. ആ സ്ഥാനമൊക്കെ ഭ്രമിക്കാത്തതുകൊണ്ട് ശരിക്കും ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി അതെല്ലാവരുടെയും വിജയത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ രാജാവായിരിക്കുമ്പം പ്രജകളുടെ നാഥനാണല്ലോ രാജാവ്. കാരണം മുണ്ടലെക്കുന്ന പ്രജയുടെ പരാതിയാണ് രാവണൻ സ്വീകരിച്ചത്. രാവണനുമായിട്ട് പോയി. അപ്പോൾ ജനങ്ങൾ രാജാവിൻ്റെ ഭാര്യ ഇങ്ങനെ രാജ്യത്തിലുള്ള സ്ത്രീകളൊക്കെ അതേ രീതിയിലാകിപ്പോകും, മാതൃകയല്ല. അപ്പോൾ ഇന്ന് തന്നെ ഒരു മന്ത്രിയുടെ ഭാര്യ ഒരു തെറ്റ് ചെയ്തെന്ന് കേട്ടപ്പോൾ, അത് വല്ലൊരു കള്ളം ചെയ്തെന്ന് കേട്ടപ്പോൾ, അല്ലെ വരുമ്പോൾ മന്ത്രിയുടെ ഭാര്യ ഇങ്ങനെ പോയി, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാറുണ്ടല്ലോ. ഒരു പരാതി വന്നപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ട് അന്വേഷണം വയ്ക്കും. പോലീസുകാരങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പരാതി കിട്ടി, അവർ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്ത് പിന്നെ ചോദിച്ചു, പിന്നെ അത് കോടതിയിൽ പോയി തെളിയിച്ചു. അപ്പോൾ അവസാനം ഈ പറഞ്ഞ വാക്ക് സ്വീകരിച്ച് സസ്പെൻഡ് ചെയ്ത പോലെ ചെയ്തു, മാതൃകയായിട്ട് ചെയ്തിട്ട് കോടതി തെളിഞ്ഞു അല്ല എന്നുള്ളത്. തെളിയിച്ചു കൊടുക്കുന്ന രീതിയിൽ രാമൻ ചെയ്തോളൂ. പ്രജകളുടെ നാഥനാണ്. ഇല്ലാതെ രാമൻ അറിയാൻ സീത അങ്ങനെ ഒന്നുമില്ലെന്ന്. പക്ഷെ പ്രജകളെ ബോധിപ്പിക്കണ്ടേ, അതിനുവേണ്ടി അത് ചെയ്തു. ഗർഭിണിയായ സമയത്ത് കാട്ടിക്കൊണ്ട് വിട്ടതെന്നല്ല, അങ്ങനെ കാട്ടുവിട്ടു നിന്നത് ആശ്രമത്തിലേക്ക് വിട്ടത് തന്നെയാണ്. ഇപ്പോൾ തന്നെയും കല്യാണം കഴിച്ച് ആദ്യത്തെ പ്രസവത്തിന് 8ാം മാസത്തിൽ വീട്ടുകാർ വിളിച്ചുകൊണ്ട് പോകും, പെണ്ണിൻ്റെ വീട്ടുകാർ വിളിച്ചുകൊണ്ട് പോകും. എങ്കിലും സന്തോഷമായിരിക്കുക, ദുഃഖം ഉണ്ടാകരുത്, അങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചിരിക്കുക. അപ്പം ആ സമയത്ത് ഈശ്വരീയ കാര്യങ്ങൾ കേൾക്കുക. പ്രഹ്ലാദൻ്റെയും ഒക്കെ കഥ കേൾക്കുമ്പോൾ വയറ്റിൽ കിടന്ന് ഈശ്വര കാര്യങ്ങൾ കേട്ടുമെന്നാണ്. അപ്പം ഇന്നും ഗർഭിണിയായ പെണ്ണുങ്ങളുടെ വീടുകളിൽ കൊച്ചു പിള്ളേർ ചിരിക്കുന്ന കുട്ടികളുടെ ചിരിക്കുന്ന പടങ്ങൾ സന്തോഷിപ്പിക്കണം, അത് കുട്ടികൾക്കും ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. ഭക്ഷണത്തിലും നടത്തയിലും ഇരുത്തയിലും ചിന്തയിലും ഒക്കെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയും തന്നെ സന്തോഷിപ്പിച്ചിട്ടെന്ന് പറയുന്നത്. ഒരു ഭാവത്തിലാണ് സീതയെ കാട്ടുവിട്ട്. അങ്ങനെ നമുക്കെടുക്കാം. ശരീരം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വരുന്നതൊക്കെ പ്രതിബന്ധങ്ങളുണ്ടാവും. പിന്നെ പ്രസവിച്ച അമ്മ ഭക്ഷണം വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയും. ആരെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയത്ത് വന്നാൽ അവർക്ക് ഭക്ഷണം ഇല്ലാണ്ടാകരുത് എന്ന് പറയും. അല്ല, കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ അമ്മ എന്ത് ചെയ്യും, അതിഥികൾ വന്നാൽ അവർക്ക് ഇതെല്ലാം വിളമ്പി കൊടുക്കും. എന്നിട്ട് നമുക്ക് വിശക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. കഞ്ഞിവെള്ളത്തിൽ തേങ്ങ തിരുകിയിട്ട് അത് തരും. തൽക്കാലം മക്കളിത് കുടിക്കും, പിന്നെ വെച്ച് തരാമെന്ന് പറയും. അപ്പോൾ മക്കൾക്ക് കൊടുക്കാതെ അതിഥികളെ സൽക്കരിക്കുകയാണ് ചെയ്യുന്നത്.
എന്നാൽ അവർ പോകുമ്പോഴും അമ്മയുടെ നമ്മൾ വിശന്നിരിക്കുന്നതല്ല, അവരുടെ വയറ് നിറഞ്ഞോ, അവരുടെ വയറ് നിറഞ്ഞോ, ഇതാണ് അമ്മ ചിന്തിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ അമ്മ പോലും കാണിച്ചിനെ പ്രസവിച്ച അമ്മ പോലും കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ രാമൻ അത് ചെയ്തെന്ന് പറഞ്ഞത് സീതയെക്കാളും വലുതാണ്. രാജ്യമാണ് ഫസ്റ്റ്, ഭാര്യ രണ്ടാമത്തെ സ്ഥാനമേ ഉള്ളത് രാജാവിന്. ആ ഒരു രീതിയിൽ വെച്ച് നമ്മളിതെല്ലാം എടുക്കാൻ നല്ലത്.